Hi children, population genetics is one of the theory help to explain biological evolution, the mechanism of evolution. It is put forward by Hardy and Weinberg. And this theory gives a standard form for biologists to measure changes in allele frequency in a population. അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് എവല്യൂഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു തിയറിയാണ് പോപ്പുലേഷൻ ജെനറ്റിക്സ്. ആൻഡ് പോപ്പുലേഷൻ ജെനറ്റിക്സ് ഇൻ 1908 ബൈ ഹാർഡി വീൻബർഗ്. അദ്ദേഹത്തിൻ്റെ അല്ല ഇവരുടെ ഈ ഒരു തിയറി എന്താ പറയുന്നത്, എവല്യൂഷൻ ഈസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഫ്രീക്വൻസി ഓഫ് അലീൽസ് ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലെ അലീലിൻ്റെ ഫ്രീക്വൻസിയിൽ വരുന്ന മാറ്റമാണ് എവല്യൂഷൻ. ഓക്കെ, നന്നായി പഠിക്കുക കേട്ടോ. ഇവിടെ നോക്കാൻ രണ്ട് പോപ്പുലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെയുള്ള പോപ്പുലേഷനിൽ ഒരു 80% ഗ്രീൻ അലീൽസ് ഉള്ളപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും അത് 68, അതായത് ജീൻ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തില്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ ജീൻ ഫ്രീക്വൻസി ജസ്റ്റ് 1 year അല്ലേ, ദാറ്റ് ചേഞ്ച് ഇൻ ജീൻ ഫ്രീക്വൻസി ഷോസ് ദാറ്റ് ദർ ഒക്കേർഡ് എവല്യൂഷൻ. നമ്മളിപ്പോൾ കൊറോണ വൈറസ് അതിൻ്റെ ജീനോ ടൈപ്പ് കണ്ടിട്ട് അതിന് മാറ്റമുണ്ട്, ജീൻ ഫ്രീക്വൻസി മാറ്റമുണ്ട്, അപ്പോൾ അതിന് എവല്യൂഷൻ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു അല്ലേ. വളരെ ഫെമിലിയർ ആണ് അത്. അപ്പോൾ എവല്യൂഷൻ ഈസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഫ്രീക്വൻസി ഓഫ് അലീൽസ് ഇൻ എ പോപ്പുലേഷൻ. അങ്ങനെയാണ് എവല്യൂഷൻ വരുന്നത്. അങ്ങനെ വളരെ ബെറ്റർ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഹാർഡി വീൻബർഗ് കൊടുത്തത്. അതിനുവേണ്ടി അവർ ഒരു ജെനറ്റിക് ഇക്വിലിബ്രിയം എന്ന ഒരു പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തു. ആ ജെനറ്റിക് ഇക്വിലിബ്രിയം എന്ന പ്രിൻസിപ്പിളിനെ എപ്പോഴെങ്കിലും ഒരു ചേഞ്ച് വരികയാണെങ്കിൽ, ഇത് ജെനറ്റിക് ഇക്വിലിബ്രിയം എന്ന ഒരു പ്രിൻസിപ്പിൾ അത് ഡിറ്റക്റ്റ് ചെയ്ത് വെക്കാം, എന്നിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എവല്യൂഷൻ നടന്നിട്ടുണ്ട് എന്നാണ്. അവർ പറഞ്ഞ ജെനറ്റിക് ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. എവരി പോപ്പുലേഷൻ ഹാസ് എ ടെൻഡൻസി ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ജെനറ്റിക് ഇക്വിലിബ്രിയം. എപ്പോഴും അതെ, ഒരു പോപ്പുലേഷനിൽ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ജെനറ്റിക് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ഏതൊരു പോപ്പുലേഷനും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതായത് എവല്യൂഷൻ നടക്കാതിരിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം. അതെങ്ങനെയാണെന്ന് ഒന്നുകൂടി വിശദീകരിച്ചാൽ, അലിലി ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ റിമെയിൻ സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ് ജനറേഷൻ ടു ജനറേഷൻ. അതാണ് ഈ ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആ ഇക്വിലിബ്രിയത്തിന് അവർ കൊടുത്ത ഒരു ഇക്വേഷനാണിത്. p² + 2pq + q² = 1. ഈ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഓർത്താൽ അപ്പോൾ നമ്മൾ ഈ കാര്യം ഓർക്കണം, ദാറ്റ് ഈസ് ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം എന്ന് ഓർക്കണം. ഈ ഇക്വേഷൻ തരത്തിൽ ഇതെങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു തരത്തിലാണ് ഒരു പോപ്പുലേഷൻ്റെ അലിലിക് ഫ്രീക്വൻസിനെ ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ട് എന്ന് പിന്നീടുള്ള സ്റ്റഡീസ് പറയുകയാണെങ്കിൽ അതിനർത്ഥം ഇവിടെ എവല്യൂഷൻ നടന്നു എന്നാണ്. പിയുടെ വാല്യൂവിലും ക്യൂയുടെ വാല്യൂവിലൊക്കെ എവിടെയെങ്കിലും മാറ്റം വന്നു എന്ന് അറിഞ്ഞാൽ ഓക്കെ. അപ്പൊ ആ മാറ്റം വരുത്തുന്നത് ആരാണ്? സർട്ടൺ ഫാക്ടേഴ്സ്. ദാറ്റ് ഫാക്ടേഴ്സ് ഡിസ്റ്റർബ് ദ ജെനറ്റിക് ഇക്വിലിബ്രിയം ആൻഡ് കോസ് എവല്യൂഷൻ. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിസ്റ്റർബ് ജെനറ്റിക് ഇക്വിലിബ്രിയം ആൻഡ് കോസ് എവല്യൂഷൻ? ദേ ആർ ജീൻ ഫ്ലോ, ജെനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. മ്യൂട്ടേഷൻ നമുക്കറിയാം, പെട്ടെന്ന് ഒരു മ്യൂട്ടന്റ് ഫോം ഉണ്ടാവുക. ജീൻ ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒഴുക്കാണ്, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ പിന്നെ നോക്കാം. അതുപോലെ തന്നെ ജെനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാതെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഒഴുക്ക. ചിലപ്പോൾ ഈ നിലയ്ക്കൽ ഒഴുകിയിട്ടാവാം, അതല്ലെങ്കിൽ വേറെ ടൈപ്പ് ആവാം, അങ്ങനെ ഓക്കെ. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് ഒരു നാച്ചുറൽ സെലക്ഷൻ, നേച്ചറാണല്ലോ സെലക്ട് ചെയ്യുക. ഇതേപോലത്തെ പ്രിഡേറ്റേഴ്സിൽ നിന്നൊക്കെ ആരാണോ ബാക്കി നിൽക്കണേ അവര് സെലക്റ്റഡ് ആവുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഒന്നുകൂടി നമ്മൾ നോക്കുകയാണ് ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം. ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം പറഞ്ഞു എല്ലാ പോപ്പുലേഷനും ആ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ പറഞ്ഞത് ഇതാണ്, p² + 2pq + q² = 1 എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം നമ്മൾ എന്താ ആലോചിക്കേണ്ടത് അറിയോ? ഒരു പോപ്പുലേഷനിൽ എപ്പോഴും ഇപ്പം നമ്മൾ ഒരു ട്രേറ്റിനെ സൂചിപ്പിക്കുന്ന 2 അലീലുകളാണ് പിയും ക്യൂവും എന്ന് വിചാരിക്കാം. നമുക്കറിയാം സ്റ്റെം ഹൈറ്റിനെ സൂചിപ്പിക്കാൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞ പോലെ ഒരു ട്രേറ്റിനെ സൂചിപ്പിക്കാൻ 2 അലീലുള്ള ഒരു കണ്ടീഷനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പോപ്പുലേഷനിൽ പിയുടെയും ക്യൂവിൻ്റെയും, പി ഇസ് ദ അലീൽ of a dominant allele and the Q is the frequency of a
റെസസീവ് അലീൽ. അപ്പൊ പി പ്ലസ് ക്യൂ എന്തായിരിക്കും? 1 ആയിരിക്കുമല്ലോ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്ന ഒരു തുകയുണ്ട് അല്ലേ? അതെപ്പോഴും സെയിം ആയിരിക്കണം. കാരണം ഈ ട്രേറ്റിനെ സൂചിപ്പിക്കുന്ന ഈ 2 അലീലുകളാണ്. അപ്പൊ ഈ 2 അലീലുകളും ചേർക്കുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിസ്റ്റ് വിത്ത് പി ആൻഡ് ആസ് വെൽ ആസ് ക്യൂ. അപ്പൊ ഇത് രണ്ടും പി പ്ലസ് ക്യൂ ഈക്വൽസ് 1 എന്ന് നമുക്ക് പറയാം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽസ് 1 ഈ പി സ്ക്വയർ എന്താണ്? ദാറ്റ് ഈസ് ദ പി ഡോമിനന്റ് അലീൽ ഫ്രീക്വൻസി അല്ലേ? അപ്പോൾ എത്ര ഇൻഡിവിജ്വൽസ് ദ ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് ഡോമിനന്റ് ജീനോടൈപ്പ് നോക്കൂ, ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് ഡോമിനന്റ് ജീനോടൈപ്പ്, അതാണ് പി സ്ക്വയർ. If there are only 2 alleles for a trait in a population, p square is frequency of homozygous dominant allele. നമുക്കറിയാം ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ക്യൂ സ്ക്വയർ എന്താ? യെസ്, ദ റെസിസീവ് ഹോമോസൈഗസ് റെസിസീവ് ജീനോടൈപ്പ്. അപ്പോൾ നമുക്കറിയാം ഒരു പോപ്പുലേഷനിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും എന്താണ് ടങ് റോളേഴ്സ് അല്ലല്ലോ, കുറച്ച് പേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അവർ വളരെ റെസിസീവ് ആയിട്ടുള്ള ജീനോടൈപ്പ് ഉള്ളവരായിരിക്കും. അപ്പൊ അവര് മായമില്ലാത്തവരാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് ഹോമോസൈഗസ് ആണ്. അവരുടെ എണ്ണം നമുക്ക് ക്യൂ സ്ക്വയർ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഒരു 100 പേരില് 9 പേര് ഇവരാണെന്ന് വിചാരിക്കാം. ബാക്കി 91 പേരും ഒന്നുകിൽ പി സ്ക്വയർ ആയിരിക്കും അല്ലെങ്കിൽ 2pq ആയിരിക്കും. ഇത് രണ്ടും ചേർന്നതാണ് ബാക്കി 91 പേരും. അപ്പോ അതിൽ നിന്ന് ഈ ഒരു വാല്യൂ കിട്ടിയ ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ കണ്ടെത്തി ഇതേപോലെ കണ്ടെത്തി വെക്കും. ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് ഡോമിനന്റ് ഫീനോടൈപ്പ് ജീനോടൈപ്പ് ആസ് വെൽ ആസ് ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗസ് ജീനോടൈപ്പ് 2pq. അങ്ങനെ കണ്ടെത്തുമ്പോൾ ഇവരെല്ലാം കൂടി ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടി ചേർന്ന ഒരു സിംഗിൾ വാല്യൂ ആണല്ലോ 1. ഓക്കെ, അതില് അപ്പൊ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിന്റെ വാല്യൂ ഇപ്പൊ 0.3 ആണ് ക്യൂവിന്റെ വാല്യൂ. ഒരു പോപ്പുലേഷനിലെ റെസിസീവ് ജീനോടൈപ്പ് ജീനിന്റെ ഫ്രീക്വൻസി 0.3 ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് എത്രയായിരിക്കും? 0.7 ആയിരിക്കും. അത് രണ്ടും കൂടി ചേരുമ്പോഴല്ലേ 1 കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യൂ സ്ക്വയർ വാല്യൂ നമുക്ക് കണ്ടെത്താലോ. 0.3 ആണെങ്കിൽ ആ 0.9 വന്നു. ഓക്കെ, അപ്പോ പി സ്ക്വയർ നമ്മൾ എന്ത് പറയും? പി സ്ക്വയർ നമുക്ക് 0.7 വരുമ്പോൾ നമ്മൾ അത് 0.49 പറഞ്ഞാൽ 2pq നമുക്ക് കാണാലോ. അങ്ങനെ നമ്മൾ 2pq കാണാം. അങ്ങനെ വാല്യൂസ് ഒക്കെ കണ്ടെത്തി വെച്ചിട്ട് കുറേ ജനറേഷൻസ് കഴിഞ്ഞ് വീണ്ടും ഈ വാല്യൂസ് കണ്ടെത്തുകയാണെങ്കിൽ ആൻഡ് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഇഫ് എനി വയലേഷൻ ഇൻ ദ ജെനറ്റിക് ഇക്വിലിബ്രിയം ദാറ്റ് ഈസ് ഡ്യൂ ടു എവല്യൂഷൻ. അങ്ങനെയാണ് അവർ ആ ഒരു കോൺസെപ്റ്റ് ഡിറൈവ് ചെയ്ത് എവല്യൂഷൻ നടക്കും എന്ന് പറയുന്നത്, കൃത്യമായി സ്ഥാപിക്കണത്, നടന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കാരണമായി അവർ കണ്ടെത്തിയ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ വയലേഷൻ നടക്കുന്നത് ഇൻ ദ ജെനറ്റിക് ഇക്വിലിബ്രിയം? ദേ ആർ 5 ഫാക്ടേഴ്സ് വിച്ച് ആർ ദേ നമ്മൾ നേരത്തെ പഠിച്ചു. ദാറ്റ് ഈസ് ജീൻ ഫ്ലോ. അതൊന്ന് ജീൻ ഫ്ലോ ആണ്. എന്താണ് ജീൻ ഫ്ലോ എന്ന് നോക്കാട്ടോ. നോക്കൂ, ഇവിടെ കണ്ടോ ഒരു വലിയ മല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയില്ലേ തുരങ്കം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അത് പൊളിച്ചിട്ട് പുതിയ റോഡ് വരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു അല്ലേ? അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു പുതിയ എൻട്രി വരികയാണ് 2 ടൈപ്പ് പോപ്പുലേഷന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടൊക്കെ. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടായത്? അവിടെ ജീൻ ഫ്ലോ നടക്കുകയാണ്, മൈഗ്രേഷൻ. അപ്പൊ മൈഗ്രേഷൻ ഓഫ് പോപ്പുലേഷൻ ഫ്രം വൺ പ്ലേസ് ടു അതർ വിൽ മേക്ക് എ ജീൻ ഫ്രീക്വൻസി ചേഞ്ച് ഇൻ ജീൻ ഫ്രീക്വൻസി. അപ്പൊ ന്യൂ ജീൻസ് ആർ ആഡഡ് ടു ന്യൂ പോപ്പുലേഷൻ. അല്ലെങ്കിൽ certain genes are deleted in the original population. Anyway, changing occur in the gene frequency. Change in gene frequency lead to again disturbance in the genetic equilibrium and causing evolution. അപ്പോൾ അതൊരു കാരണമാകാം ജീൻ ഫ്ലോ ഫോർ എവല്യൂഷൻ. വേറൊരു കാര്യം, ജീൻ ഫ്ലോ ഇൻക്രീസ് ദ വേരിയബിലിറ്റി ഓഫ് ജീൻ പൂൾ ബൈ ആഡിങ് ന്യൂ അലീൽസ്. അങ്ങനെ ജീൻ ഫ്ലോ ഉള്ളത് കൊണ്ടാണ് ഓരോ പോപ്പുലേഷനിലും ചിലപ്പോൾ എവല്യൂഷൻ നടന്നില്ലെങ്കിൽ തന്നെ അവിടെ പുതിയ അലീൽസിന്റെ കോമ്പിനേഷൻ, അതായത് ഭാവിയിൽ നടക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്നത് ഈ ജീൻ ഫ്ലോ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ നടന്നില്ലെങ്കിലും പിന്നീട് നടക്കാം. ജീൻ ഫ്ലോ ടെൻസ് ടു റെഡ്യൂസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ. ഭയങ്കരമായിട്ട് ഇവിടെ റെഡ് കളർ അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ ബ്രൗൺ കളർ അങ്ങനെ നിൽക്കാതെ ആ ഡിഫറൻസ് ഇല്ലാതെ ആക്കാനും എന്ത് ഹെൽപ്പ് ചെയ്യും? ജീൻ ഫ്ലോ ഹെൽപ്പ് ചെയ്യും. അപ്പൊ 3 കാര്യങ്ങൾ ഓർക്കണം. ഹെൽപ്പ് ഫോർ കോസിങ് എവല്യൂഷൻ,
help for increase the variability by adding new alleles, as well as it reduce differences between the population. Okay, gene flow. ഇനി ജെനറ്റിക് ഡ്രിഫ്റ്റ്, അതും ഒരു ടൈപ്പ് ജീൻ ഫ്ലോ ആണ്. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം കണ്ടോ? ജീൻ ഫ്ലോ ആണ്, പക്ഷേ ബൈ ചാൻസിൽ ഏതോ ഒരെണ്ണം മാത്രം ഇങ്ങോട്ട് വന്നു. എന്തെങ്കിലും ഒരു ഇവിടെ നിന്ന് പെട്ടെന്നൊരു ഒഴുക്ക്, പെട്ടെന്നൊരു കാറ്റുണ്ടായി എന്ന് വിചാരിക്കുക, ഒരു പർട്ടിക്കുലർ എന്താണ് ഒരു ഐലൻഡിലേക്ക്, ഒരു മെയിൻ ലാൻഡിൽ നിന്ന് നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ പെട്ടെന്ന് വലിയ കാറ്റുകളൊക്കെ ഉണ്ടാവണമെന്നൊക്കെ. അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാറ്റുണ്ടായപ്പോൾ ഇതിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും പറന്ന് ആ കാറ്റിന്റെ കൂടെ പോവാമായിരുന്നു. പക്ഷെ ബൈ ചാൻസിൽ പോയത് ഇവർ മാത്രമാണെങ്കിൽ എന്തുണ്ടായത്? ന്യൂലി ഫൗണ്ടഡ് പോപ്പുലേഷൻ ഡോണ്ട് ഓൾവേസ് റെപ്രസെന്റ് ദ ജെനറ്റിക് ഡൈവേഴ്സിറ്റി ഇൻ ദയർ സോഴ്സസ്. ഈ ഗ്രീൻ ആളെ നഷ്ടപ്പെട്ടില്ലേ, ഇവർക്ക് ആ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ജീനോടൈപ്പ്. ഇവര് ഹോമോസൈഗസ് ആൾക്കാരായിരുന്നുണ്ടാവും. അപ്പൊ ഇവിടെ വന്നപ്പോൾ അവരുടെ ഈ ഗ്രീൻ ഉണ്ടായില്ല. അപ്പൊ ഇവരെന്തായി? ഒരു ന്യൂ സ്പീഷീസ് ആയി. അപ്പൊ ഇവരുടെ ജീൻ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തു, ദെൻ ജെനറ്റിക് ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്തു. അപ്പൊ ഒരു പുതിയ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്, ഒരു പുതിയ സ്പീഷീസ് ഇവിടേക്ക് വന്ന ആ ഫൗണ്ടേഴ്സിൽ നിന്ന് പുതിയ ഗ്രൂപ്പ് ഉണ്ടായി. അതുകൊണ്ട് ഇതിനെ ഫൗണ്ടർ ഇഫക്റ്റ് എന്നും പറയും. ദ ഒറിജിനൽ ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ, ആരാണോ ആദ്യം ഇവിടേക്ക് കയറി വന്നത്, ഒറിജിനൽ ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് ഫൗണ്ടേഴ്സ്, ആൻഡ് ഇറ്റ് causing the formation of new species. The new species is formed from these founders. When the new species is formed from these founders, that effect without variant forms, that effect is called founder effect in the body. That is genetic drift causing എവല്യൂഷൻ. ഇനി റീകോമ്പിനേഷൻ, ജെനറ്റിക് റീകോമ്പിനേഷനും അതുപോലെ തന്നെ എവല്യൂഷന് കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഗാമേറ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാവും? ക്രോസിങ് ഓവർ നടക്കും അല്ലെ? അപ്പൊ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് തമ്മിൽ ക്രോസിങ് ഓവർ നടക്കുമ്പോൾ ഇതേപോലെ ആയില്ലേ? അപ്പൊ കണ്ട ഗാമേറ്റുകൾ കണ്ട ഡിഫറെന്റ് ടൈപ്പ് ഗാമേറ്റ് ഉണ്ടായില്ലേ? അപ്പോ ഇതൊരെണ്ണം ഒരു ഗാമേറ്റ്, ഇതൊരു ഗാമേറ്റ്, ഒരു ഗാമേറ്റ്, ഒക്കെ. അപ്പൊ വേരിയന്റ് ഫോംസ് ഓർക്കുന്നുണ്ടല്ലോ, ഡിഫറെന്റ് വേരിയന്റ് ഗാമേറ്റുകൾ ഉണ്ടായി. ഇത് പാരന്റൽ ഗാമേറ്റ് ആയിരുന്നു, പക്ഷെ ഇത് പുതിയ വെറൈറ്റി ഗാമേറ്റ് ഉണ്ടായി. അപ്പൊ പുതിയ കോമ്പിനേഷൻ ഓഫ് ജീൻസ്, പുതിയ ജീൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീൻ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വന്നു. എഗെയിൻ ജെനറ്റിക് ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്യാം. ആ ജീൻ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വന്ന് ജെനറ്റിക് ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്യാം. പക്ഷേ അവിടെയും ഇതേ നമ്മൾ ഒന്നും കൂടി ഓർക്കണം കേട്ടോ, നാച്ചുറൽ സെലക്ഷൻ അവിടെ വർക്ക് ചെയ്താലാണ് ഇവര് മാത്രം സെലക്ട് ചെയ്തൊരു പുതിയ സ്പീഷീസ് ആവുള്ളൂ. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ഒരു കാര്യത്തിനും കൂടി നോക്കാം. മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചത് തന്നെയാണ്. കണ്ടോ, മ്യൂട്ടേഷൻ ഒരു പുതിയ വെറൈറ്റി അല്ലേ? ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് ജീൻ പൂൾ. ഇത്രയുമായിരുന്നു ആ ജീൻ പൂളില്. പുതിയ പെട്ടെന്ന് ഒരു മ്യൂട്ടന്റ് ഫോം അവിടെ ഉണ്ടായപ്പോൾ, ഒരു ന്യൂ അലീൽ ഉണ്ടായപ്പോൾ ദാറ്റ് ജീൻ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തു, മ്യൂട്ടേഷൻ. അപ്പൊ മ്യൂട്ടേഷൻ അഗെയിൻ കോസ് ഫോർ എവല്യൂഷൻ. ഓക്കെ. പക്ഷെ അത് ആ അലീല് ഗ്യാമേറ്റിൽ ഉണ്ടാവുകയും ആ ഗ്യാമേറ്റ്, ആ ന്യൂ മ്യൂട്ടന്റ് ഫോം ഗ്യാമേറ്റിൽ ഉണ്ടാവുകയും ആ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുകയും ചെയ്താലാണ് അടുത്ത ജനറേഷനിലേക്ക് അത് പാസ് ചെയ്തിട്ട് എവല്യൂഷൻ ആവുള്ളൂ. അത് നമ്മളെപ്പോഴും ഓർക്കണം. അല്ലാണ്ട് പെട്ടെന്ന് ഒരു എന്താണ് മ്യൂട്ടന്റ് ഫോം, ഇതുപോലെ ഒരു കളർ വന്നു, അത് പെട്ടെന്ന് മ്യൂട്ടന്റ് ഫോം ആവില്ല. ഇതിന്റെ മ്യൂട്ടന്റ് ജീനുകൾ ഇവരുടെ കയ്യിൽ ഉണ്ടായിട്ട് അത് തമ്മിൽ ഫ്യൂസ് ചെയ്ത് വന്നിട്ടാണ് ഇവരൊരു മ്യൂട്ടന്റ് വെറൈറ്റി ഉണ്ടാവുന്നത്. അപ്പൊ ഒരു ഗ്യാമേറ്റിൽ നിന്നാണ് അടുത്ത ജനറേഷനിലേക്ക് ആ മ്യൂട്ടന്റ് അലീൽസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ഒരു ഫോംസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ നാച്ചുറൽ സെലക്ഷൻ ആണ് പിന്നീട് അവരെ ജീവിക്കണോ വേണ്ടേ അല്ലേ, വിച്ച് മ്യൂട്ടേഷൻ വിൽ ലൈവ്, വിച്ച് മ്യൂട്ടേഷൻ വിൽ ഡൈ ഔട്ട് എന്ന് തീരുമാനിക്കുന്നത് ആരാ? നാച്ചുറൽ സെലക്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് മ്യൂട്ടേഷനെ രണ്ട് ടൈപ്പ് പറയാം. ലീതൽ മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? ആ മ്യൂട്ടന്റ് ഫോംസ് ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ നമ്മൾ സിക്കിൾ സെൽ അനീമിയ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഹോമോസൈഗസ് കണ്ടീഷനിൽ ഇരിക്കുന്ന സിക്കിൾ സെൽ അനീമിയ ഉള്ള പേഷ്യൻസ് സർവൈവ് ചെയ്യോ? ഇല്ല അല്ലെ? അപ്പൊ അതൊരു ഫാറ്റൽ ഡിസീസ് ആണ് ആ കണ്ടീഷനിൽ. അപ്പൊ അങ്ങനെയുള്ള ലീതൽ മ്യൂട്ടന്റ് ഫോംസ് നേച്ചറിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോകും. ദെൻ വേറെ ടൈപ്പ് മ്യൂട്ടന്റ് ഫോം ഉണ്ട്, ദാറ്റ് ഈസ് പ്രീ അഡ്വാൻറ്റേജിയസ് മ്യൂട്ടേഷൻ. അതായത് നേരത്തെ ഒരു മ്യൂട്ടന്റ് ഫോം ഉണ്ടാവും, പക്ഷെ അത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കില്ല, ഒരു ന്യൂട്രൽ മ്യൂട്ടേഷൻ ആയിട്ട് നിൽക്കും. അങ്ങനെയുള്ള ഫോംസ് പിന്നെ എപ്പോഴാണ് ബെനിഫിറ്റ് കിട്ടുന്നത്? അപ്പൊ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ എന്താണ് പ്രീ അഡ്വാൻറ്റേജിയസ് മ്യൂട്ടേഷൻ, അത് നമ്മൾ മൈക്രോബ്സിന്റെ എവല്യൂഷനിൽ നമുക്ക് ഒന്നും കൂടി ഓർക്കാം. നമ്മൾ റെസിസ്റ്റന്റ് ഫോംസിനെ പഠിച്ചത് ഓർക്കുണ്ടല്ലോ.
അത് ഓർഗാനിസത്തിന്റെ ഫിറ്റ്നസ് ഇൻക്രീസ് ചെയ്യുന്ന ഒന്നാണ് ഈ അഡ്വാൻറ്റേജിയസ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ന്യൂ DNA സീക്വൻസ്, ഒരു പെർട്ടിക്കുലർ ജീൻ, ഒരു പെർട്ടിക്കുലർ അലീൽ മ്യൂട്ടേഷൻ വഴി ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കാം. നോക്കൂ, ഈ ബാക്ടീരിയ കുറെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ഇടയിൽ ഏതോ ഒരു ബാക്ടീരിയയിൽ ഒരു മ്യൂട്ടന്റ് അലീൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബാക്ടീരിയ അന്ന് അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അത് ആ മ്യൂട്ടന്റ് അലീലും വെച്ച് അതിങ്ങനെ ജീവിച്ചു. പക്ഷെ അപ്പോഴാണ് അവിടെ എന്ത് വന്നത്, ഒരു ഡ്രഗിന്റെ ഇൻഫ്ലുവൻസ് വന്നത്. ഒരു ഡ്രഗ് പ്രത്യേകമായിട്ട് അതിന് ഫേസ് ചെയ്യേണ്ടി വന്നു അതിന്റെ മൾട്ടിപ്ലിക്കേഷന്റെ ഇടയിൽ. അപ്പോൾ ആ ഡ്രഗിനോട് റെസിസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂട്ടന്റ് അലിയിലുള്ളവർ മാത്രം സർവൈവ് ചെയ്തു, മറ്റുള്ളവരൊക്കെ നശിച്ചുപോയി. അപ്പോൾ പിന്നെ ഫൈനലി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ ഓൺലി സർവൈവ്ഡ്, മൾട്ടിപ്ലൈഡ് ആൻഡ് ഫോംസ് ഇൻ ടു എ ന്യൂ സ്പീഷീസ്. ഓക്കെ, അപ്പോൾ ആരാണ് സെലക്ട് ചെയ്തത്, ആര് ജീവിക്കണമെന്ന്? ആസ് ദ ഡ്രഗ്. അപ്പോൾ ഡ്രഗ് ആക്ട് ആസ് എ സെലക്റ്റീവ് പ്രഷർ, ടു സെലക്ട്. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ നടന്നു ആൻഡ് ഇറ്റ് ലീഡ്സ് ഇൻ ടു എൻ എവല്യൂഷൻ. അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ ഇതുവരെ പഠിച്ചതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് ഓർക്കണം ഈ ചാപ്റ്റർ, എന്നാലാണ് ഇത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് മിക്കതും കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാറ്. ഇനി നമ്മൾ ലാസ്റ്റ് സെക്ഷൻ പറയാണ്, ജീൻ ഫ്രീക്വൻസിനെ എഫക്ട് ചെയ്യുന്ന അവസാനത്തെ കാര്യമാണ് നാച്ചുറൽ സെലക്ഷൻ. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാതും ഇവിടെ എന്താണ് ഒന്നുകൂടി നമ്മൾ പറയും. ഓക്കെ, നേച്ചറാണ് നമ്മൾ പറഞ്ഞു, എല്ലാത്തിൻ്റെയും വേരിയേഷൻ കൊടുക്കാൻ മാത്രമാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഏതൊക്കെ? ജീൻ ഫ്ലോ, ജെനറ്റിക് ഡ്രിഫ്റ്റ്, റീകോമ്പിനേഷൻ, മ്യൂട്ടേഷൻ. ഇതൊക്കെ വഴിയാണ് ഒരു പോപ്പുലേഷനിലെ ജീൻ ഫ്രീക്വൻസിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ആ മാറ്റങ്ങളെ സെലക്ട് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ആരാ? നേച്ചർ സെലക്ട്. ആരെയാണ് സെലക്ട് ചെയ്യുക? വിച്ച് വൺ ഹാവിങ് എ ബെറ്റർ ഹെറിറ്റബിൾ വേരിയേഷൻ. ആർക്കാണ് ബെറ്റർ ഹെറിറ്റബിൾ വേരിയേഷൻ? ഓക്കെ, ഇതിനാണോ ബെറ്റർ ഹെറിറ്റബിൾ വേരിയേഷൻ? ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, വിച്ച് വൺ ഹാവിങ് ദ ബെറ്റർ ഹെറിറ്റബിൾ വേരിയേഷൻ. ഓക്കെ, ആരെയാണോ ഈ പറഞ്ഞ ആൾക്കാർ കാണാതെ ഇരിക്കുന്നത്, അല്ലെ, അവര് കാണാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റിയത്, ആ ബെറ്റർ വേരിയന്റ് ഫോംസ് ഉള്ളത് അവര് സർവൈവ് ചെയ്യും. ദേ ആർ സെലക്ടഡ് and survive, and they produce and better resulting into the progenies. Then here is a correction. Then major 3 type natural selection present. 3 തരം natural selection ഉണ്ട് എന്നാണ് പറയുന്നത്. അതും കൂടി ഒന്ന് നോക്കാം. That is, there are 3 type natural selection. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ഫിഗർ എന്തൊക്കെയാണ് 3 ടൈപ്പ് നാച്ചുറൽ സെലക്ഷൻസ്? ദേ ആർ, എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഡൈവേഴ്സിറ്റി ഉണ്ടായെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണല്ലോ നാച്ചുറൽ സെലക്ഷൻ. അത് നമുക്ക് 3 ടൈപ്പ് നാച്ചുറൽ സെലക്ഷൻ ആണ്. ഏതൊക്കെയാണ്? സ്റ്റെബിലൈസിങ് സെലക്ഷൻ. കണ്ടോ, ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നോക്കി നോക്കൂ, ഈ ടൈപ്പ് ഫർ കളറുള്ള കുറെ മൈസുകളാണ്. അതിന്റെ ഫർ കളർ നോക്കൂ, ലൈറ്റ് ആണ്, ഡാർക്ക് ആണ്. ആദ്യത്തെ പോപ്പുലേഷനിൽ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് എല്ലാ വെറൈറ്റിയും ഏകദേശം സെയിം ആയിട്ടുണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ അത് ഏകദേശം ഇങ്ങനത്തെ കുറച്ചുകൂടി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു കർവ് കിട്ടി നിൽക്കും. എന്നാൽ സ്റ്റെബിലൈസിങ് സെലക്ഷൻ നടന്നപ്പോൾ അവിടെ എന്താ നടന്നത്? ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്വയർ മീൻ ക്യാരക്ടർ വാല്യൂ. ഒരു പ്രത്യേകമായ ഒരു ക്യാരക്ടർ വാല്യൂ, മീൻ ക്യാരക്ടർ വാല്യൂ, അതായത് വേരിയന്റ് ഫോംസ് കുറഞ്ഞു. കണ്ട, ആ കളർ വേരിയേഷൻസ് ഉള്ളവരൊക്കെ കുറഞ്ഞിട്ട് മിഡിൽ വാല്യൂ ഇല്ലേ, മീൻ വാല്യൂ, അതുള്ള ആ ജീവികളെ മാത്രം സെലക്ട് ചെയ്തു നിൽക്കും. അപ്പൊ ഒരു പുതിയ ടൈപ്പ് സെലക്ഷൻ ആയില്ലേ, അത്തരം സെലക്ഷനെയാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് പറയും. അതേസമയം ഡാർക്കർ വാല്യൂസ് അല്ലെങ്കിൽ എക്സ്ട്രീം വാല്യൂ മാത്രമാണ് സെലക്ട് ചെയ്തേ നിൽക്കൂ. അപ്പൊ എന്തുണ്ടായത്? ഒരു ഡിറക്ഷനിൽ സെലക്ഷൻ വന്നു, അപ്പൊ ഡിറക്ഷണൽ സെലക്ഷൻ. എന്നാൽ ഇവിടെ എന്തുണ്ടായി? 2 എക്സ്ട്രീം വാല്യൂ സെലക്ട് ചെയ്തു, മിഡിൽ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ ഈസ് നോട്ട് സെലക്റ്റഡ്. അതുകൊണ്ട് ദേ എപ്പിയേർഡ്. അപ്പോൾ ആ ആദ്യത്തെ ഈ ഗ്രൂപ്പ് ഇപ്പൊ ആരായി? 2 ഗ്രൂപ്പായി മാറി. ദേ സ്പ്ലിറ്റ് അപ്പാർട്ട് ഇൻടു 2 ഡിവിഷൻസ്, ലൈറ്റർ വൺ, ഡാർക്കർ വൺ. ഓക്കെ, ദാറ്റ് ടൈപ്പ് സെലക്ഷൻ ഈസ് കോൾഡ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഇനി നമ്മുടെ ലാസ്റ്റ് തിയറി, ദാറ്റ് ഈസ് ദ മോഡേൺ സിന്തറ്റിക് തിയറി. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത്രയും പ്രത്യേകിച്ച് പറയണില്ല, ഈ തിയറിയുടെ പേര് മാത്രമാണ്. ജസ്റ്റ് ഓർക്കുക, നാച്ചുറൽ സെലക്ഷനെയും അതോടൊപ്പം തന്നെ ജെനറ്റിക്സിലെ തിയറീസും കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു പുതിയ അക്സെപ്റ്റബിൾ തിയറിയാണ് മോഡേൺ സിന്തറ്റിക് തിയറി. ഈ സയന്റിസ്റ്റുകളാണ് അതിന് പ്രത്യേക കോൺട്രിബ്യൂഷൻ തുടങ്ങിയത്. ഡോബ്ഷാൻസ്കി, ഏൺസ്റ്റ് മേയർ ആൻഡ് സിംസൺ. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് ജസ്റ്റ് അവസാനിപ്പിക്കാം. അപ്പൊ എവല്യൂഷൻ എന്ന് പറയുന്നത്
എന്താണ് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എവല്യൂഷൻ കാൺ ബി സ്റ്റോപ്ഡ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കണോ, നമ്മൾ ഇനി പുതിയ പുതിയ തിയറീസ് എന്തൊക്കെയാ വരണേന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും നമുക്ക് ഒന്നറിയാം, അവർ എൻവയോൺമെന്റ് ഈസ് ചേഞ്ചിങ്. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ ഈസ് ഓൾവേസ് ഹാപ്പനിങ്, ദെൻ ഹ്യൂമൻസ് ആർ സ്റ്റിൽ ഇവോൾവിങ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാറ്റങ്ങൾ നടത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് പറയാനുള്ളത് എന്താ അറിയോ, നമുക്ക് പേഴ്സണലി ഇവോൾവ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഇത് ഹ്യൂമൻ സ്പീഷീസിന്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് പേഴ്സണലി ഇവോൾവ് ചെയ്യാം. എങ്ങനെ? ടു ഫൈൻഡ് യുവർ ട്രൂ സെൽഫ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.